കായംകുളം ടൗൺ സൗഹൃദ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ വനിതാ ദിനം ആചരിച്ചു. ഭരണസമിതി അംഗവും സെന്റ് തോമസ് മിഷൻ ആശുപത്രി ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ പ്രീതി ഭാമ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ടൗൺ സൗഹൃദ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ വനിതാ ദിനം ആചരിച്ചു. അംഗകുടുംബങ്ങളിലെ എല്ലാ വനിതകൾക്കും പെൺകുട്ടികൾക്കുമായി പ്രചോദന ബോധവൽക്കരണ സെമിനാർ നടത്തി. അസോസിയേഷൻ സെക്രട്ടറി ഡാലിയയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഭരണസമിതി അംഗവും സെന്റ് തോമസ് മിഷൻ ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ പ്രീതി ഭാമ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പൊരുതി എന്ന് ഞാൻ പറയാം, പൊരുതിയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതുവരെ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥാനം എന്ന് പറയുമ്പോൾ ഒരുപാട് മറികടന്നാണ്, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ മറികടന്നാണ് ഇന്നത്തെ എല്ലാവരും നിന്നിരിക്കുന്നത് ഇവിടെ. അപ്പം നമുക്ക് എല്ലാവർക്കും അവകാശങ്ങളുണ്ട്, ഒരുപാട് ആണുങ്ങളുടെ അത്രയും തന്നെ അവകാശങ്ങളുണ്ട്. ഫിസിക്കലി നമ്മൾ ആണുങ്ങളുടെ അവിടെ ഒരിക്കലും എത്തത്തില്ല. ആ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കിയാൽ വേണ്ട. ഒരു ആണ് ചുമക്കുന്ന ഒരു വെയിറ്റ് സ്ത്രീ പോയി ചുമക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മൾ ഫിസിക്കൽ ഇക്വാലിറ്റിയുടെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. നമ്മൾ വർക്ക് പ്ലേസ് ഇക്വാലിറ്റി, നമ്മൾ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന പക്ഷപാതങ്ങൾ അതിന് വേണ്ടിയിട്ട്, അതേപോലെ വീടുകളിലുണ്ടാകുന്ന അതിൻ്റെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ അവകാശങ്ങളുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഡ്യൂട്ടീസും ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരോടും, സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു ആരാ? സ്ത്രീ തന്നെയാണ്. ആ സ്ത്രീ മാറാണ്ട് നമ്മൾ ലോകം അങ്ങ് മറിച്ച് കളയാം അങ്ങനെ വിചാരിക്കുന്നത് തെറ്റാണ്. സ്ത്രീകളാണ് മാറേണ്ടത്. ഇപ്പം ഞാൻ ഒരുപാട് ഈ യങ് ആയിട്ടുള്ള 10-25 വയസ്സുള്ള പെൺകൊച്ചുകളെ ഞാൻ എന്നും കാണുന്നത്. അപ്പം അവരോട് എന്താ ആഗ്രഹം, പഠിക്കാനാഗ്രഹം, കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. ഒരു 90% ആൾക്കാരും പറയുന്നത് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ പറ്റി ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ, ഭർത്താവ് ഉണ്ടാവണം, കുടുംബം ഉണ്ടാവണം, കൊച്ചുണ്ടാവണം. ഇതൊന്നും ആഗ്രഹം എന്താ ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ലാത്തത്? അപ്പം അവർ പറയുന്നത് പണ്ടത്തെ ജനറേഷൻ വീട്ടിലിരിക്കുന്നു, നമ്മൾ വീട്ടിലിരിക്കുന്നു, ഭർത്താവ് പോയി ജോലി ചെയ്ത് കൊണ്ടുവരുന്നു, നമ്മൾ പൈസ ചെലവാക്കുന്നു, ജീവിക്കുന്നു, നമ്മൾ വീട്ടിലെല്ലാം ചെയ്യുന്നു, ഭർത്താവ് പുറത്തെല്ലാം ചെയ്യുന്നു. ഇപ്പൊ എന്താ, ഭർത്താവ് അപ്പോഴും അത് തന്നെ പുറത്തത്തെ മാത്രമാണ്, ഭാര്യ വീട്ടിലത്തെയും ചെയ്യണം, പുറത്തും പോയി ജോലി ചെയ്യണം. അങ്ങനെ എന്തിനാ കഷ്ടപ്പെടുന്നത്? അങ്ങനെ വീട്ടിലത്തെയും പുറത്തേയും ചെയ്യണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് എന്റെ കാര്യം നോക്കിയാൽ പോരെ. എനിക്ക് എന്തിനാ ഒരു ഭർത്താവും. തുടർന്ന് അസോസിയേഷൻ അംഗമായ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രഹന, എബനസർ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രുക്മിണി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. ഡോക്ടർ പ്രീതി ഭാമ ചർച്ചകൾ ക്രോഡീകരിച്ച് സംശയ നിവാരണം നടത്തി. ഭരണസമിതി അംഗങ്ങളായ നിർമ്മല സ്വാഗതം പറഞ്ഞു, മിനി നന്ദി പറഞ്ഞു. സീഡിനെറ്റ് ന്യൂസ്, കായംകുളം.